രാത്രികാലങ്ങളിൽ നിങ്ങളുടെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പുതപ്പിന് പുറത്തേക്ക് കാൽ നീട്ടിവെക്കാൻ നിങ്ങൾക്ക് ഭയമാകാറുണ്ടോ? കൂടാതെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകിലൂടെ ആരോ ഉണ്ടെന്ന തോന്നലിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇവയൊക്കെ കേവലം തോന്നലുകൾ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതങ്ങനെയല്ലെങ്കിലോ? നിങ്ങൾ ഭയപ്പെടുന്നത് കേവലം ഇരുട്ടിനെയല്ല, മറിച്ച് ആ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്ന മറ്റെന്തിനെയോ ആണ്. ശാസ്ത്രത്തിന്റെ വിശദീകരണങ്ങൾ പ്രകാരം ഇത് മനുഷ്യ മനസ്സിൽ തോന്നുന്ന കേവലം ഒരു ഭ്രമമോ അന്ധവിശ്വാസമോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെത്ത് അലാം തന്നെയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് മനുഷ്യർ അന്ധകാരത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരം തേടാം. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. നമുക്ക് കുറച്ചു കാലം പുറകോട്ടേക്ക് സഞ്ചരിക്കാം. അതായത് ഏകദേശം ഒരു 50,000 വർഷങ്ങൾക്ക് മുൻപ്. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് വീടുകളില്ല, സെക്യൂരിറ്റി അലാറം സിസ്റ്റങ്ങളില്ല, എന്തിന് കേവലം ഒരു ടോർച്ച് പോലും ഇല്ലാതിരുന്ന കാലഘട്ടം. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ വെറും ഒരു ഇര മാത്രമായിരുന്നു. പകൽ സമയത്ത് നമ്മൾ രാജാക്കന്മാരായിരുന്നു. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ നിസ്സഹായനായ വെറും ഒരു ജീവി മാത്രം. രാത്രികാലങ്ങളിൽ മനുഷ്യന്റെ കാഴ്ച വളരെയധികം പരിമിതമാണ്. എന്നാൽ നമ്മളെ വേട്ടയാടുന്ന സിംഹങ്ങൾക്കും കടുവകൾക്കും നമ്മളെക്കാൾ 6 ഇരട്ടി വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അന്നത്തെ കാലഘട്ടത്തിൽ ഇരുട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ കണ്ടാൽ അതായിരുന്നു മരണത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളോളം നമ്മുടെ പൂർവികർ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭീകരത ഇന്നും നമ്മുടെ DNA-കളിൽ മറഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നിക്ടോഫോബിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇരുട്ടിനോടുള്ള വളരെയധികം ഭീകരമായ ഒരു ഭയം. നിങ്ങൾ ഇരുട്ടിനെ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ മനുഷ്യർ തന്നെയാണ് ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം വെളിച്ചത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപങ്ങൾ ഇരുട്ടത്ത് മാത്രം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന്? ഇവിടെയാണ് നമ്മുടെ തലച്ചോറിന്റെ കളികൾ ആരംഭിക്കുന്നത്. നമ്മുടെ തലച്ചോറിനുള്ളിൽ അമിഗ്ഡാല എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയൊരു ഭാഗമുണ്ട്. ഈ ഒരു ചെറിയ ഭാഗത്തെ ഭയത്തിന്റെ കേന്ദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഇരുട്ടത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ തലച്ചോറ് വിവിധ തരത്തിലുള്ള കഥകൾ സൃഷ്ടിക്കാനായി ആരംഭിക്കും. നിങ്ങളുടെ വീടിന്റെ മൂലയിൽ കൂട്ടിവെച്ചിരിക്കുന്ന തുണിക്കൂമ്പാരങ്ങൾ പോലും തല കുനിച്ചു നിൽക്കുന്ന ഒരു ഭീകര സത്വമായി മാറും. കാറ്റിലാടുന്ന ജനൽവിരികൾ നിങ്ങൾക്ക് നേരെ നീണ്ടുവരുന്ന ഭീകരമായ കൈകളായി മാറും. നിങ്ങൾക്ക് ചുറ്റും വികൃതവും ഭീകരവുമായിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കും. ശാസ്ത്രം ഇതിനെ പരൈഡോളിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തലച്ചോർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ഒരു പ്രദേശത്ത് ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ അവിടെ എന്തോ ഒന്നിന്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ നല്ലത് എന്ന് തലച്ചോർ സ്വയമേ തീരുമാനിക്കുന്നു. ഇതിന്റെ പാർശ്വഫലങ്ങളാണ് നിങ്ങൾ കാണുന്ന വികൃതമായിട്ടുള്ള രൂപങ്ങൾ. ഇനി പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും സ്വന്തം അനുഭവം ഓർമ്മ വന്നേക്കാം. രാത്രിയിൽ നിങ്ങൾ പെട്ടെന്ന് ഉറക്കമുണരുന്നു. എന്നാൽ നിങ്ങൾക്ക് കൈകാലുകൾ ചലിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളുടെ നെഞ്ചത്ത് വല്ലാത്ത ഒരു ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ശരീരം മുഴുവൻ ചൂടാകുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മുറിയുടെ മൂലയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കറുത്ത നിഴൽ പോലെയുള്ള രൂപത്തെ കാണപ്പെടുന്നു. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇതിനെ പിശാജ്, മറുത എന്നൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സയൻസിന് കൃത്യമായി ഇതിനൊരു പേരുണ്ട്: സ്ലീപ്പ് പാരാലിസിസ്. നിങ്ങൾക്ക് വളരെയധികം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാനായി തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ എത്രയധികം ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ശബ്ദവും പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. ഈ ഒരു ഭീകരാവസ്ഥ നിങ്ങളിൽ പല ആളുകളും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഭൂരിഭാഗം ആളുകൾക്കും രാത്രികാലങ്ങളിൽ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ബ്രെയിൻ ഉണർന്നിരിക്കുകയും എന്നാൽ ശരീരം പൂർണ്ണമായിട്ട് ഉറക്കത്തിലായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഉന്നയിക്കുന്ന വലിയൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് സ്ലീപ്പ് പാരാലിസിസ് അനുഭവിക്കുന്ന ലോകത്തിലെ എല്ലാ വ്യക്തികളും തന്നെ ഒരേ രീതിയിലുള്ള കാഴ്ചകൾ കാണുന്നത്. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് ഇന്നേ വരെ ശാസ്ത്രത്തിന് യാതൊരുവിധ ഉത്തരവുമില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.
എന്നാൽ ഇരുട്ടിനേക്കാൾ ഭീകരമാണ് ഇരുട്ടത്ത് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്ന ഭീകരമായ നിശബ്ദത. പകൽ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഫ്രിഡ്ജിന്റെ ശബ്ദവും മരച്ചില്ലകൾ ആടുന്ന ശബ്ദവും രാത്രികാലങ്ങളിൽ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത വലിയൊരു നൈറ്റ് മെയർ ആയി തന്നെ മാറാറുണ്ടല്ലേ? ഇതിന് കാരണം ഹൈപ്പർ വിജിലൻസ് ആണ്. അതായത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ശരീരത്തിലെ പൂർണ്ണ സന്നാഹങ്ങളും ഉപയോഗിച്ച് ശത്രുവിനായുള്ള തിരച്ചിൽ നടക്കുന്ന സമയം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമാജിനേഷൻ ഉണരും. അതിനെ തുടർന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഹൊറർ സിനിമയിലെ ദൃശ്യങ്ങൾ എന്നതുപോലെ നിങ്ങൾക്ക് കണ്ണിന് മുൻപിലൂടെ ഒരുപാട് വിചിത്രവും ഭീകരവുമായിട്ടുള്ള രൂപങ്ങൾ മിന്നിമറയാനായി തുടങ്ങും. ചുരുക്കി പറയുകയാണെങ്കിൽ ഇരുട്ടെന്ന് പറയുന്നത് ഒരു ക്യാൻവാസ് ബോർഡ് പോലെയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഭയങ്ങളെ നിങ്ങൾ തന്നെ ആ ഒരു ബോർഡിലേക്ക് വരച്ചു ചേർക്കുന്നു. ഇതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയത്തിലേക്ക് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നിങ്ങൾ ഇരുട്ടത്ത് തനിച്ചാണ് എന്നതല്ല, മറിച്ച് നിങ്ങൾ ഇരുട്ടത്ത് തനിച്ചല്ലെങ്കിലോ എന്ന ചോദ്യം തന്നെയാണ്. നമ്മൾ പടുകൂറ്റൻ നഗരങ്ങൾ നിർമ്മിച്ചു, വലിയ രീതിയിലുള്ള ബൾബുകൾ കണ്ടുപിടിച്ചു, അങ്ങനെ ഇരുട്ടിനെ പൂർണ്ണമായി വെളിച്ചം കൊണ്ട് മൂടി. എന്നാൽ ഇന്നും ഏതെങ്കിലും ഒരു കാടിൻ്റെ നടുക്കുവശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയുടെ ഓരത്തോ കൂരിരുട്ടിൽ നമ്മൾ ഒറ്റയ്ക്കായാൽ നമ്മൾ വീണ്ടും ആ പഴയ ഗുഹാ മനുഷ്യനായി മാറുന്നു. ഇത് കേവലം മോശപ്പെട്ട ഒരു കാര്യമല്ല, മറിച്ച് നമ്മളുടെ ബോഡിയെ സംരക്ഷിക്കുന്ന വലിയൊരു അലാം സിസ്റ്റം തന്നെയാണ്. സോ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി see you in the next chapter. Until then, it's me Jaswin from Secret Book signing off.